ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ സ്പെഷ്യൽ പെപ്പർ ചിക്കൻ ബോണാണ് കേട്ടോ. ദോശയ്ക്കും ചപ്പാത്തിക്കും ചോറിനും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം, കാരണം വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമുക്ക് ഗൾഫിൽ ഈസി ആയിട്ട് ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അധികം വഴറ്റാനും ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ബോൺസിൽ ഞാൻ മഞ്ഞൾപ്പൊടി, കുത്തുമുളക്, കുറച്ച് ഉപ്പ്, ഇത് മൂന്നും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് എണ്ണയിലിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ചേർത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നതിൽ കൂട്ടി വയ്ക്കാം. ഇത് ചേർത്ത് പിടിപ്പിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് പുറത്ത് ജസ്റ്റ് മൂടി വെച്ചാലും മതി. ഇൻ കേസ് നമുക്ക് ടൈം ഇല്ലെങ്കിൽ ഇത് നേരിട്ട് കൂട്ടിയതിന് ശേഷം നമുക്ക് നേരെ കറി വയ്ക്കാനും തുടങ്ങാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം, കുഴപ്പമില്ല. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു നാടൻ ചിക്കൻ പെരട്ടായ കാരണം കേട്ടോ ഞാൻ വെളിച്ചെണ്ണ എടുത്തത്. സൺഫ്ലവർ വേണ്ടവർക്ക് സൺഫ്ലവർ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 2 സവോള പൊടിയായിട്ട് അരിഞ്ഞത് നന്നായി വഴറ്റണം കേട്ടോ. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവോള ഒന്ന് വേഗം വഴന്ന് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൽ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നേരിട്ട് നമുക്ക് പൊടികൾ ചേർക്കാം. ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ആദ്യം ചേർത്തത്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. റെഡ് ചില്ലി ഇനി നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കനിൽ ഓൾറെഡി കുത്തുമുളക് ചേർത്ത് കഴിഞ്ഞു. ഇത് പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുരുമുളകാണ് ഇതിൽ മുൻതൂക്കം ചേർക്കേണ്ടത്. റെഡ് ചില്ലി ഞാനൊരു പേരിന് ചെറിയ ഈ കുത്തുമുളകിൻ്റെ കഷ്ണങ്ങൾ കാണാനുള്ളൊരു ഇഷ്ടം കൊണ്ട് ചേർത്ത് പോയതാണ്. ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമ്മൾ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കണം. ശേഷം ഒരു ചെറിയ സ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പൊടിച്ച് വയ്ക്കുന്ന ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത്. അത് നന്നായിട്ട് പൊടികളെല്ലാം മൂക്കുന്ന വരെ നമ്മൾ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഞാൻ 1 തക്കാളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈസി റെസിപ്പിയാണ്, കാരണം നമുക്ക് 1 തക്കാളി 2 സവോളയും മാത്രമേ അതിൽ ആവശ്യമുള്ളൂ. ശേഷം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചത് ഇതിലിട്ട് കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക കേട്ടോ. ഒന്ന് വരട്ടിയെടുക്കുക. ഈ വെള്ളമൊക്കെ വറ്റി നല്ല ചിക്കൻ പെരട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, അതേപോലെ നമുക്ക് വരട്ടിയെടുക്കാം. ഞാൻ അപ്പത്തിൻ്റെ കൂടെ കേട്ടോ ഇത് കഴിക്കാൻ പോകുന്നത്. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണെന്ന് എനിക്ക്, അപ്പോൾ അതുകൊണ്ട് അപ്പത്തിൻ്റെ കൂടെ നല്ല പെപ്പർ ചിക്കൻ പെരട്ട്, പെപ്പർ ചിക്കൻ ബോൺ എന്ന് പറയാം, കാരണം ഞങ്ങളിവിടെ UAE ചിക്കൻ ബോൺ മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ചെറിയ പൈസയുള്ളൂ കേട്ടോ, ചെറിയ ദിർഹം, 5 ദിർഹം 6 ദിർഹം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോൺ വാങ്ങിക്കാം. അപ്പോൾ അതാണ് ഇന്ന് പെപ്പറിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് ആക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ റെസിപ്പിയാണ് ആൻഡ് വളരെ ഈസിയാണ്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. വളരെ ഈസിയാണ്. കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ചേർക്കാനില്ല. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.